അർജന്റീനയ്ക്ക് 1% പോലും ഡോമിനേഷൻ ഇല്ലാത്ത ഒരു വേൾഡ് കപ്പ് ഫൈനൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്പെയിൻ ടോട്ടലി ഡോമിനേറ്റ് ചെയ്യുന്നു, ടോട്ടലി 0 ഓൺ ടാർഗറ്റ്, 0. സോ ഇന്നത്തെ ഫൈനൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അർജന്റീന ഈ ഫൈനൽ കളിക്കാൻ ഡിസേർവിംഗ് ആയിരുന്നോ എന്നുള്ളതാണ്. ഇപ്പൊ സ്പെയിൻ വന്ന ഒരു വഴിയും അർജന്റീന വന്ന ഒരു വഴി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് പൂമത്ത വിരിച്ചതും മറ്റൊന്ന് കല്ലും മുള്ളും നിറഞ്ഞതായി. അപ്പോ എന്താ പറയാ, അർജന്റീന ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അർജന്റീനയുടെ ഇത്രയും ഒരു മോശം എന്നല്ല, ഇത്രയും പരിതാപകരമായ ഒരു പെർഫോമൻസ്, അതും വിത്ത് മെസ്സി. ഇത്രയും പരിതാപകരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഞാൻ ഇതുവരെ അർജന്റീനയുടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്താ പറയാ, ഒരു രീതിയിലുമുള്ള ഡോമിനേഷൻ അർജന്റീന നടത്തിയില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമുക്കറിയാം ഇംഗ്ലണ്ടായിട്ടാണ് ഒരു നല്ലൊരു ഒപ്പോണന്റ് അർജന്റീനയ്ക്ക് വരുന്നത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം ഒരു ഭാഗ്യമില്ലാത്തവന്മാരെ, അതേപോലെ സെമിയിലൊക്കെ വന്ന് നൈസായിട്ട് പൊട്ടി പുറത്തു പോകുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്പെയിനുമായിട്ടുള്ള അർജന്റീനയുടെ കളി, സോ അർജന്റീനയ്ക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു ഒപ്പോണന്റ് കിട്ടിയത് ഫൈനലിലാണ് എന്നുള്ളതാണ്. ഫൈനലില് അർജന്റീന ഒന്നും അല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോ അർജന്റീന അഴിച്ചു പണിയേണ്ട സമയമായിരിക്കുന്നു. സ്കലോണി പടിയിറങ്ങേണ്ട സമയമായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മെസ്സിയിലേക്ക് പന്തെത്തിക്കുക എന്ന ഒറ്റ ടാക്ടിക്സിൽ കളിച്ചുപോയി. അങ്ങനെ വേണ്ട. പിന്നെ ഓപ്പോണൻസ് ആയിട്ട് കളിച്ച പ്ലേയേഴ്സിന്റെ എക്സ്പീരിയൻസിനെ മുതലെടുത്തുകൊണ്ട്, അവർ എക്സ്പീരിയൻസ് ഇല്ലായ്മയെ മുതലെടുത്തുകൊണ്ട് അവസാന നിമിഷങ്ങളിൽ ഗോൾ അടിച്ചുകൊണ്ട് കയറി വരുന്നു. അങ്ങനെ കുറെ എന്താ പറയാ, അങ്ങനെ കുറെ ചെറിയ ട്രിക്കി ടാക്ടിക്സിലൂടെയാണ് അർജന്റീന ഇവിടെ വരെ എത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഭാഗ്യം കൊണ്ടാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ 0 ഓൺ ടാർഗറ്റ്, ഒരു 3 ഷൂട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 20 or 21 ഷൂട്ടുകളാണ് സ്പെയിൻ അടിച്ചത്. അതിൽ 11 അവർ ഓൺ ടാർഗറ്റ് അടിക്കുന്നുണ്ട്. പൊസിഷനൊക്കെ നോക്കിയാൽ 68-32, പരിതാപകരമായ അവസ്ഥ. 704 പാസാണ് ഇന്നലെ സ്പെയിൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. വെറും 440 പാസാണ് അർജന്റീന കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അർജന്റീനയെ സംബന്ധിച്ചിട്ട് എന്താ പറയാ, ഒരു വലിയ തോൽവി എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലാതെ മറ്റൊന്നും. അതും വേൾഡ് കപ്പിന്റെ ഫൈനലാണ്. എന്റെ സംശയം അർജന്റീന ഡിസേർവിംഗ് ആയിരുന്നോ ഈ ഫൈനൽ എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.